വൈകുന്നേരം 4 മണിയോടെയാണ് പാപനാശം ബീച്ചിനോട് ചേർന്ന് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടമുണ്ടായത്. ശക്തമായ തിരമാലയിൽ ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നാണ് ആളുകൾ കടലിലേക്ക് വീണത്. ലൈഫ് ഗാർഡുകളും സീ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവരും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട 15 പേരെയും കരക്കെത്തിച്ചു. ഇതിൽ 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ശക്തമായ തിരമാലയടിക്കുന്ന സ്ഥലമാണിതെന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാ സമയത്തും സുരക്ഷിതമായി ഉപയോഗിക്കാനാകില്ലെന്നും പറയുന്നു നാട്ടുകാർ. കടലിനെ കുറിച്ച് ശരിക്കും പഠിക്കാതെ ഇത് തിരുവനന്തപുരം കടലെന്ന് പറഞ്ഞാൽ കറക്റ്റ് കടൽമാല വന്ന് വികൂല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് വികും, കറക്റ്റ് വികൂല. ഇപ്പോൾ വികണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോയിട്ട് നിൽക്കുന്ന ശരിക്ക് എല്ലാവരും പോയി ലാൻഡ് ചെയ്യുന്ന ഭാഗമല്ലേ, അവിടെയാണ് കടൽ വികുന്നത്. അത് കണ്ടുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ പൈസ വാങ്ങിച്ച ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെ കയറ്റിവിടാൻ പാടില്ലല്ലോ. ഇപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് കഴിച്ചിലായതാണ്, അത്ര ആളുകളുള്ള ഏരിയ ആയതുകൊണ്ട്. അപകടം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ റിയാസ് മറുപടി പറയണമെന്നും ആളുകളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്നും സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ചാവക്കാട് കടപ്പുറത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും നേരത്തെ തകർന്നിരുന്നു. എന്നാൽ ബ്രിഡ്ജ് തകർന്നതല്ല, അഴിച്ചുമാറ്റുന്ന ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നതെന്ന വിശദീകരണമാണ് അന്ന് ടൂറിസം വകുപ്പ് നൽകിയത്. ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ അപകടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അപകടത്തിൽപ്പെട്ട എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വർക്കല പാപനാശത്തു നിന്നും ശ്യാമിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.